നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്തിന് വീണ്ടും ഒരു അഭിമാന നിമിഷം, ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ MSC ഐറീന തുറമുഖം ബെർത്തിൽ നങ്കൂരമിട്ടു. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് ഐറീന. വീണ്ടും ഒരു ചരിത്ര നിമിഷം കൂടി പിറന്നിരിക്കുന്നു. 16,000 കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് 3000 മുതൽ 5000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്നാണ് ഇതെത്തിയത്. കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. മറ്റ് ഡെസ്റ്റിനേഷൻ തുറമുഖങ്ങളിലൊന്നും ഈ കപ്പൽ ഇതുവരെ നങ്കൂരമിട്ടിട്ടില്ല എന്നതും വിഴിഞ്ഞത്തെ വളരെയധികം വ്യത്യസ്തമാക്കി മാറ്റുകയാണ്. ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ഒരു മലയാളി ക്യാപ്റ്റൻ വില്ലി ആന്റണി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യമായാണ് വിഴിഞ്ഞത്ത് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കപ്പൽ 2 ദിവസം ഇവിടെ തുടരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ലോകത്തെ വൻപൻ ചരക്ക് കപ്പലിന്റെ കപ്പിത്താനായും ആ കപ്പലിനെ അവിടെ അടുപ്പിക്കാനും അവസരം കിട്ടിയതിന് ഒരു മലയാളിക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഈ കപ്പൽ എത്തിയതിന്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഈ കപ്പലിനെ നയിക്കുന്നത് ഒരു മലയാളി കൂടിയാണ്, ക്യാപ്റ്റൻ വില്ലി ആന്റണി. തൃശൂർ പുറനാട്ടുകര സ്വദേശിയാണ് വില്ലി ആന്റണി. 29 കൊല്ലമായി കപ്പലിൽ ജോലി കിട്ടിയിട്ട്. MSCയുടെ കപ്പൽ കമ്പനിയിൽ കപ്പലിന്റെ അമരക്കാരനായിട്ട് 14 വർഷമായി എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. താൻ ഉൾപ്പെടെ 35 പേരാണ് കപ്പലിലുള്ളത്. വിഴിഞ്ഞത്തിന്റെ സൗന്ദര്യം തൃശൂർക്കാരനായ തന്നെയും സ്വാധീനിച്ചുവെന്നും വില്ലി ആന്റണി പ്രതികരിച്ചു. അതേസമയം ക്യാപ്റ്റനോ മറ്റ് ജീവനക്കാർക്കോ കരയിലേക്ക് ഇറങ്ങാനോ കരയിൽ സ്പർശിക്കാനോ അനുവാദം നൽകിയിട്ടില്ല. എഞ്ചിൻ ഓഫാക്കി കടലിൽ കപ്പൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കപ്പിത്താനും മറ്റ് ജീവനക്കാരും കപ്പലിൽ തന്നെ തുടരണം. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. ക്രൂ ചേഞ്ച് നടത്തുന്നതിനുള്ള അനുമതി നൽകുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സംവിധാനം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഇല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് കരയിലേക്ക് ഇറങ്ങാനുള്ള അനുവാദം നൽകാത്തത്. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയും 35 ജീവനക്കാരുമാണ് കപ്പലിലുള്ളത്. തുറമുഖത്തിലെ സുരക്ഷാ സൗകര്യങ്ങൾ, പ്രവേശന നിയന്ത്രണം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡെവലപ്മെന്റ് കൗൺസിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതി നൽകുന്നത്. വിഴിഞ്ഞം പഴയ തുറമുഖത്തിന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 2020 മുതൽ 2022 വരെയുടെ താൽക്കാലികമായി ക്രൂ ചേഞ്ച് നടത്താനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ഇന്ന് ബർത്ത് ചെയ്തിരിക്കുന്നു. വളരെയധികം ചരിത്ര നിമിഷമായി ഇത് മാറിയിരിക്കുകയാണ്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുണ്ട് MSC ഐറീനയ്ക്ക്. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാനാകും. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നത് ആദ്യമായിട്ടാണ്. ക്യാപ്റ്റനെ കൂടാതെ ക്രൂവിൽ മറ്റൊരു മലയാളി കൂടിയുണ്ട്. വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന 347ാമത്തെ കപ്പലായി MSC ഐറീന മാറിയിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന സീരീസിലുള്ള കപ്പലുകളാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ. ഇതേ സീരീസിലുള്ള MSC തുർക്കിയും മിഷേൽ കപ്പലിനെയും നേരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറീന വിഴിഞ്ഞത്തേക്ക് വന്നത്. രാവിലെ 8 മണിയോടെ ഐറീന വിഴിഞ്ഞത്തെത്തിയത്. എന്തായാലും വളരെ ചരിത്ര നിമിഷം പിറന്നിരിക്കുകയാണ്. ചൈന, കൊറിയ, സിംഗപ്പൂർ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. 29 വർഷത്തെ മറൈൻ പരിചയമുള്ള കപ്പിത്താൻ 120 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫിഫ അംഗീകാരമുള്ള 4 ഫുട്ബോൾ സ്റ്റേഡിയത്തെക്കാൾ വലിപ്പമുണ്ട് കപ്പലിന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്.
അതേസമയം സംസ്ഥാനത്തെ വികസനത്തിന് കുതിപ്പേകുന്ന രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതിയോടെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടത്. ട്രയൽ റൺ 9 മാസം തികയും മുൻപേ 6 ലക്ഷത്തോളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തേക്ക് വന്നത് വിഴിഞ്ഞം കൈകാര്യം ചെയ്തത്. ലോകത്തെ വമ്പൻ കപ്പലുകളടക്കം 285 കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തു. പ്രതിസന്ധികൾ, ആരോപണങ്ങൾ, വെല്ലുവിളികൾ ഇതിനെയെല്ലാം അതിജീവിച്ച് തുറമുഖ നിർമ്മാണ കരാർ വയ്ക്കാനും നിർമ്മാണം തുടങ്ങി വയ്ക്കാനും കഴിഞ്ഞത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. എന്തായാലും അത് നടപ്പിലാക്കിയത് പിണറായി സർക്കാരുമാണ്. പിന്നീട് പ്രകൃതി ദുരന്തങ്ങളും മറ്റും കാരണം കുറേ കാലം നിർമ്മാണം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബർത്ത് നിർമ്മാണത്തിന് തുടക്കമിട്ടു. പോർട്ട് ഓപ്പറേഷൻ സെന്റർ അടക്കമുള്ള കെട്ടിടങ്ങൾ ഉയർന്നു. 800 മീറ്റർ ബർത്തും 2.95 കിലോമീറ്റർ പുലിമുട്ടുള്ള ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്.